വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് മുഖം കാണാൻ പറ്റുന്നില്ലെന്ന്. അത് വേറെ ഒന്നും കൊണ്ടല്ല, പ്രായപൂർത്തിയായിട്ടല്ല. എത്ര വയസ്സാണ്? 15. 15 വയസ്സാണ്. അത് മാത്രമല്ല, അവരുടെ വീട്ടുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുട്ടീനെ കാണിക്കുന്നതിന്. കാരണം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. ആൻഡ് ഓൾസോ കഴിഞ്ഞ ദിവസം സഫ ഇട്ട വീഡിയോയിൽ സ്പൈക്കുട്ടൻ എന്നാണ് അറിയപ്പെടുന്നത്. സ്പൈക്കുട്ടൻ എന്നല്ല അറിയപ്പെടുന്നത്? അതെ. അതെ, ഓക്കെ. അപ്പം അതുകൊണ്ടാണ് ഫേസ് കാണിക്കാതെ, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് പോകാം. കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. ഞാൻ ചോദ്യം ചോദിക്കാൻ പോവാണ്. എന്തെങ്കിലും ചോദ്യം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം കേട്ടോ, പറയുന്നതിന്. ഓക്കെ. സോ ആദ്യമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, സഫേനെ എത്ര നാളായിട്ട് അറിയാം? കുറച്ച് ദിവസമായിട്ട് അറിയാം. ഓക്കെ. സഫേനാണോ അതോ സഫയുടെ ഭർത്താവായിരുന്ന മെഹനാസിനാണോ ആദ്യം അറിയുന്നത്? മെഹനാസിനെ. ഓക്കെ. ഇവിടെ വീടിന്റെ അടുത്തുനിന്ന് എത്ര മീൻസ് എത്ര അകലമുണ്ട് ഇവരുടെ വീട്ടിലോട്ട്? കുറച്ചേ ഉള്ളൂ. അതായത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അവരുടെ വീട് കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ സഫ കഴിഞ്ഞ ദിവസം വിട്ട വീഡിയോ കണ്ടായിരുന്നോ? കണ്ട്. ഓക്കെ. അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ആ വീഡിയോ ഇട്ടത് സമ്മതത്തോടെയാണോ വീഡിയോ ഇട്ടത്? അല്ല. വീഡിയോ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഓക്കെ. അപ്പൊ പുള്ളിക്കാരി ആ വീഡിയോയിൽ ഫോൺ ഇങ്ങനെ നോക്കിയിട്ട് ഈ പറയുന്ന സഫയുടെയും ലല്ലുവിന്റെ ഒരു സംഭവം കാണിക്കുന്നുണ്ടല്ലോ. അതായത് ലല്ലു ഒരു ബ്ലൂ ഇതിന്റെ അവിടെ നിൽക്കുന്നു, സഫയുടെ വീടിന്റെ അവിടെ നിൽക്കുന്നു. രണ്ട് സ്ഥലമാണ് പുള്ളിക്കാരി പറയുന്നുണ്ട്. പക്ഷെ ഞാനത് വീഡിയോയിൽ കാണിച്ചായിരുന്നു ഒരേ സ്ഥലമാണ്. നിങ്ങളുടെ വീടിന് അടുത്തുള്ള രണ്ട് സ്ഥലം സെയിം സ്ഥലം തന്നെയല്ലേ? അതെ. ഓക്കെ. അപ്പൊ ആ രണ്ട് വീഡിയോയും നീ തന്നെയാണോ എടുത്തത്? അത് വീഡിയോ കോളിലാണോ എടുത്തത്? മീൻസ് വീഡിയോ കോളിൽ മെഹനാസിനെ കാണിച്ചതാണോ അതോ അല്ലാണ്ട് ക്യാമറയിൽ ഷൂട്ട് ചെയ്തതായിരുന്നോ? ക്യാമറയിൽ ഷൂട്ട് ചെയ്തായിരുന്നു. ഓക്കെ. അപ്പൊ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ ആരെങ്കിലും കണ്ടായിരുന്നോ? ആരും കണ്ടില്ല. അപ്പൊ പിന്നെ സഫ നിന്റെ അടുത്തോട്ട് തന്നെ വന്നിട്ട് ആ വീഡിയോ പ്രശ്നമാക്കാൻ കാരണം എന്താ? അറിയില്ല. ഓക്കെ. അപ്പൊ ഈ സംഭവം കണ്ടു കഴിഞ്ഞ് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും അയച്ചു കൊടുത്തായിരുന്നോ? സഫ പറഞ്ഞു മെഹനാസിന് അയച്ചു കൊടുക്കാൻ. സഫ മെഹനാസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞോ? അതെന്തിനാണ്? അതറിയില്ല. ഓക്കെ. അപ്പം ഈ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് സഫ വീട്ടിലോട്ട് വിളിച്ചെന്ന് പറയുന്നുണ്ട്. സഫ വീഡിയോയിൽ പറയുന്നത് നിന്നെ വീട്ടിലോട്ട് വിളിച്ചു, അത് കഴിഞ്ഞിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു, നീ മനഃപൂർവ്വം വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തതാണ് മെഹനാസിന്, നീ ഇത് പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. നീ മെഹനാസിന്റെ സ്പൈ ആണെന്നാണ് പറയുന്നത്. മെഹനാസ് ഏർപ്പെടുത്തി വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? മെഹനാസ് ഏർപ്പെടുത്തിയായിരുന്നോ? ഇല്ല. സ്വന്തം ഇഷ്ടപ്രകാരം വീഡിയോ എടുത്തോ? ഇത് കണ്ടില്ല. സഫ വീഡിയോ എടുക്കാൻ പറഞ്ഞു. എന്തിനാ? ആർക്ക് അയച്ചു കൊടുക്കാൻ? മെഹനാസിന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവും. വമ്പൻ ടെസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് നീ വീട്ടിൽ പോയതാ സഫയുടെ? സഫ വിളിച്ചിട്ടാണ് പോയത്. ആ വീട്ടിൽ പോയിട്ട് ഈ വന്നേക്കുന്ന വീഡിയോ പോലെയാണ് ഒറിജിനലി അവിടെ നടന്നത്? അല്ല. ഓക്കെ. അപ്പൊ ഒറിജിനലി നടന്നത് എന്താണെന്ന് പറയാൻ പറ്റുമോ? ഫസ്റ്റ് ഫോൺ വിളിച്ച്. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു. അപ്പോൾ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ആന്ന് പറഞ്ഞു വിട്ട്. എൻ്റെ അമ്മ പറഞ്ഞു പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പം പോയപ്പോൾ അവിടെ രണ്ടുപേരും ആരും ഉണ്ടായി. സഫ ഉണ്ടായി, പിന്നെ വേറൊരു ചേട്ടനുണ്ടായി. അറിയില്ല. ആ ചേട്ടനുണ്ടായി. അപ്പം ഞാൻ കയറുന്നപ്പോൾ പറഞ്ഞ് എന്താണ് ഫോൺ തരാൻ പറഞ്ഞ്. അപ്പോൾ തരൂലെന്ന് പറഞ്ഞ്. അപ്പം എനിക്കൊരു അടി അടിച്ചിട്ട് പേടിച്ച്. പേടിച്ചിട്ട് നോക്കിയിട്ട് എന്താണ് പറഞ്ഞ് എന്താണ് ഇനി ഞാൻ പറഞ്ഞല്ലോ പറയണമെന്ന് പറഞ്ഞിട്ട് എന്നെ അടിച്ച്. പറയണമെന്ന് അടിച്ചിട്ട് പറഞ്ഞു. എന്നിട്ട് അതുപോലെ വീഡിയോ എടുത്തു. അപ്പൊ ഈ കാര്യം ആരോടും വീട്ടിൽ പറഞ്ഞില്ലേ? പേടിച്ചിട്ട്? അതെ. അവ ഭീഷണിപ്പെടുത്തി. എന്ത് പറഞ്ഞ ഭീഷണിപ്പെടുത്തിയത്? വീട്ടിൽ ആരോടും പറയരുത്, ഇത് ഞാൻ പറഞ്ഞത് തന്നെ പറയണം, എന്താണ് മെഹനാസിനോട് പോലും പറയരുത്, മെഹനാസ് അറിയണ്ട ഈ കാര്യം, വീട്ടിൽ പറഞ്ഞ അമ്മേനെ കൊല്ലുമെന്ന് പറഞ്ഞു. അമ്മേനെ കൊല്ലുന്നോ? അതെ. ഓക്കെ. എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. അപ്പം വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ഈ പറയുന്ന വീഡിയോ എടുത്തല്ലോ, ഈ സംഭവം ഇറങ്ങുന്ന ദിവസം സഫ ഊബറിന്ന് ഇറങ്ങുന്നു. അതായത് ലല്ലു ആ ഗ്രില്ലിന്റെ അവിടെ നിൽക്കുന്നത് മോൻ കണ്ടായിരുന്നോ? ലല്ലുവിനെ അന്നത്തെ ദിവസം കണ്ടായിരുന്നു. ലല്ലുവായിട്ട് സംസാരിക്കുകയല്ലോ ചെയ്തായിരുന്നോ? എന്താ സംസാരിച്ചത്? ഞങ്ങള് ചോക്കോബാർ അടിക്കാൻ പോണായിരുന്നു. അപ്പോൾ ലല്ലു പറഞ്ഞ് എന്താണ് വാ ചോക്കോബാർ അടിച്ചാന്ന് പറഞ്ഞു. കുട്ടികളെ പറ്റിക്കുന്നു. ചോക്കോബാർ വാങ്ങിച്ചു തന്നായിരുന്നോ? വേണ്ടെന്ന് പറഞ്ഞു. എന്തിനാ വാങ്ങിച്ചത്? എന്തിനും സംസാരിച്ചായിരുന്നോ? വീഡിയോ എടുക്കുന്ന കണ്ടായിരുന്നോ ലല്ലു? കണ്ടെന്നോ അറിയത്തില്ല. ചോക്കോബാർ മേടിച്ചു തരാൻ പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? വീഡിയോ കാണിക്കരുതെന്നോ അല്ലെങ്കിൽ ഇതാരുടെയും പറയലെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ വാ ഞാൻ മേടിച്ചു തരാന്ന് പറഞ്ഞു. എന്ത് മേടിച്ചു തരാം? ചോക്കോബാർ മേടിച്ചു തരാന്ന്.
അത് കഴിഞ്ഞിട്ട് എപ്പോഴേലും സഫേനെ ലൽബിനെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് കണ്ടില്ല. പിന്നെ വീടിന് പുറത്തിറങ്ങിയിട്ടില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല ഈ സംഭവം നടന്നുകൊണ്ട്. അതായത് ഈ വീഡിയോ അറിയാൻ കഴിഞ്ഞിട്ട് ആൾക്കാരെന്തെങ്കിലും വന്ന് പറഞ്ഞോ? എന്തെങ്കിലും സാധനം മേടിക്കാൻ പോകുമ്പോൾ പറയും എന്താണ് വീഡിയോ എടുക്കുമോ ഞങ്ങളെ വൈറലാക്കുമോ എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കും. അതായത് കുറെ കളിയാക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നു തുടങ്ങി. സ്കൂളിൽ പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്കൂളിൽ പോകുമ്പോൾ വന്ന വഴി ഇപ്പോൾ എല്ലാവരും ചോദിക്കും എന്നോട്. ആണ് ഫേസ് കാണിച്ചില്ലെങ്കിലും നീ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും വീടിന്റെ പരിസരത്തുള്ള സൗണ്ട് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ വീട്ടില് അമ്മയും ചേച്ചിയൊക്കെ എന്താ പറഞ്ഞേ? അവൻ ചേച്ചിയും പറഞ്ഞു, അമ്മയോട് ചേച്ചിട്ട് പറയണമെന്ന് പറഞ്ഞു. ഈ അടിച്ച കാര്യം പറഞ്ഞപ്പോ വീട്ടിൽ നിന്ന് എന്താ പറഞ്ഞേ? അപ്പൊ തന്നെ കേസ് കൊടുത്തു. അതായത് സഫയ്ക്കെതിരെ കേസ് കൊടുത്തു. കേസ് കൊടുക്കാൻ സ്റ്റേഷനിൽ പോയപ്പോഴത്തേക്കും എന്ത് പറഞ്ഞ പരാതി കൊടുത്തേ? തല്ലി എന്ന് പറഞ്ഞിട്ട്. അപ്പം സഫ വന്നായിരുന്നോ സ്റ്റേഷനിൽ? സഫ സ്റ്റേഷനിൽ വന്നു. എന്നിട്ട് എന്ത് സംസാരിച്ച് സ്റ്റേഷനിൽ? സഫ പറഞ്ഞു തല്ലിയിലായിരുന്നു, ഒന്നുകൂടി തല്ലണമായിരുന്നു. തല്ലിയിലായിരുന്നു, തല്ലണമായിരുന്നെന്ന് പോലീസിന് മുന്നിൽ നിന്നാണ് ഇത് പറഞ്ഞു. ഓക്കെ, എവിടെ വെച്ചാ കേസ് കൊടുത്തത്? ഏത് സ്റ്റേഷനിൽ? ആലുവ. ഓക്കെ, അവിടെ വേറെ എന്തെങ്കിലും കേസ് കൊടുത്തായിട്ട് അറിയോ സഫ? മെഹനുക്കെതിരെ കേസ് കൊടുത്തു. മെഹനുക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം കേസ് കൊടുത്തിട്ട് കേസ് പരിഹരിക്കാനോ അല്ലെങ്കിൽ പിൻവലിക്കാനോ അങ്ങനെ എന്തെങ്കിലും അവരുടെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അറിയില്ല, അമ്മക്കറിയുള്ളൂ. അറിയില്ല. ഓക്കെ, സോ ഇനി എന്താണ് മുന്നോട്ടേക്ക് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? അവിടെ ഇപ്പൊ വാടകയ്ക്കാണല്ലോ താമസിക്കുന്നത്. അപ്പൊ വാടകയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഈ സംഭവം ഇറങ്ങിയോണ്ട് വാടക ഓണർ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ബുദ്ധിമുട്ട് ഓണർ പറഞ്ഞ് സഫയോടൊപ്പം മെഹനോടൊപ്പം കൂട്ടുകയാണെങ്കിൽ ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. സഫയോടൊപ്പം മെഹനോടൊപ്പം കൂട്ടുകൂടി കൊണ്ട് നിൽക്കണ്ടെന്ന് പറഞ്ഞു. അതായത് വാടക വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ഇറങ്ങാൻ പറഞ്ഞ സാഹചര്യത്തിലാണോ നിൽക്കുന്നത്? അപ്പം ഇനി ഇതിനെന്താണ് ചെയ്യാൻ പോകുന്നത്? അതായത് ഇപ്പൊ കേസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണോ അതോ കേസ് പിൻവലിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ? കൊണ്ടുപോയി കേസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. അപ്പൊ സ്റ്റേഷനിൽ വെച്ച് എന്തൊക്കെ ഉണ്ടായെന്ന് വിശദമായിട്ട് കുറച്ച് പറയാൻ പറ്റുമോ? സ്റ്റേഷനിൽ വെച്ചാല് അമ്മയോട് പറഞ്ഞ് എന്താണ് നീ തല്ലിലായിരുന്നു, ഒന്നുകൂടി തല്ലണമായിരുന്നു പറഞ്ഞു. നിന്നെ ഒന്നുകൂടെ തല്ലണമായിരുന്നു. അപ്പൊ അമ്മേനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അമ്മയോട് പറഞ്ഞ് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞു. ആണോ? ഭീഷണിപ്പെടുത്തി. എന്ത് പറഞ്ഞ ഭീഷണിപ്പെടുത്തിയത്? അതറിയില്ല. അമ്മയോടാണ് പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ഉണ്ടായിരുന്നല്ലോ യൂട്യൂബ് ചാനലിൽ സഫയുടെ, അതില് അമ്മയുടെ ഫേസ് കാണിക്കാതെ അമ്മയുടെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ. അത് നിങ്ങൾ അറിവോടുകൂടിയാണ് എടുത്തത് അല്ല അറിയാണ്ടാണോ? അറിയാണ്ടാണ് എടുത്തത്. സത്യം പറഞ്ഞാൽ അതിനെതിരെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. നമ്മുടെ സംഭവം ഇല്ലാണ്ട് ഒരാൾ വീഡിയോ എടുത്ത് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. അപ്പം മോന്റെ കേസ് എടുക്കാത്തത് ആക്ച്വലി 18 വയസ്സിന് താഴെ ഉണ്ടല്ലേ കേസ് എടുക്കാത്തത്. അപ്പൊ എങ്ങനെ കേസ് കൊടുക്കാന്ന് പറഞ്ഞത് സ്റ്റേഷനിൽ നിന്ന്? എവിടെ? കോടതി പോയിട്ട് ഡയറക്റ്റ് കേസ് കൊടുത്തേ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് സഫ സംസാരിക്കുകയൊന്നും ചെയ്തായിരുന്നോ? അടിച്ചു കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ട് സംസാരിക്കാനോ അങ്ങനെ എന്തെങ്കിലും വന്നോ? ഇല്ല. സോറി ഒന്നും പറഞ്ഞില്ല? ഇതുവരെ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കാണാറുണ്ടോ? കാണാറില്ല. വീടിന് പുറത്തിറങ്ങാറില്ല ഇത്രയും പ്രശ്നമുള്ളതുകൊണ്ട്. അല്ല, പ്രശ്നമുള്ള ഇറങ്ങാറുണ്ട് ഇടക്കിടക്ക്. ഏതൊരു വാഗനറില്ലേ മെഹനോട് പണ്ടത്തെ യൂബറിന്റെ വണ്ടി, ആ വണ്ടിയിൽ ഏതോ ചേട്ടൻ വന്ന് കൂട്ടാറുണ്ട്. ചേട്ടനെ കണ്ടാ അറിയാവോ? ചെറുതായിട്ട് മനസ്സിലാവും. അതായത് ഈ അടുത്തൊരു വീഡിയോ വൈറലായിരുന്നല്ലോ, തിരൂർ സ്റ്റേഷനിൽ ഇവർ പോയിട്ട് സഫ ഒരു ചെറുക്കൻ്റെ മുഖം പൊത്തുന്ന വീഡിയോ ഉണ്ടായിരുന്നോ? മുഖം ഹൈഡ് ചെയ്യുന്ന ഒരു വീഡിയോ. ആ ചേട്ടനാണോ വന്നത്? ചേട്ടനാണെന്ന് തോന്നുന്നു. ഏകദേശം അതേപോലെ ഇരിക്കുന്നു. അതായത് ഊബർ ഡ്രൈവർ. ഓക്കെ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ട്? അതായത് ഇങ്ങനെ വീഡിയോ നീ എന്തിനാ ആക്ച്വലി വീഡിയോ എടുത്തത്? സഫ പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തത്. എന്നിട്ട് സഫ തന്നെ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് സഫ തന്നെ വന്ന് തല്ലി. സഫ പറയണോ ഭീഷണിപ്പെടുത്തി അമ്മേനെ കൊല്ലും, അത് ഞാൻ പറയണമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ എനിക്ക് പേടിച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ ഒരു ചേട്ടനോടുണ്ടായി. കൂടെ ഒരു ചേട്ടനും കൂടെ ഉണ്ടായി. അത് ഈ ഡ്രൈവറാണോന്ന് അറിയാവോ? അതറിയില്ല. ആ ചേട്ടൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കുന്ന എന്തെങ്കിലും കേട്ടോ? അതായത് നിന്റെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ചേട്ടനോട് എന്തെങ്കിലും പറയുന്ന അങ്ങനെ എന്തെങ്കിലും കേട്ടായിരുന്നോ? ഇല്ല, നോർമൽ ആയിട്ടായിരുന്നു. കുട്ടി ഉണ്ടായിരുന്നു അവിടെ? കുട്ടി ഉണ്ടായിരുന്നു. ഇപ്പം സഫ വീട് വിട്ട് മാറുന്നോ താമസം മാറുന്നോ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ സഫ ഇന്റർവ്യൂവിൽ പറയുന്ന പോലെ നിങ്ങളുടെ അറിവിൽ നിങ്ങൾ കാണുകയല്ലേ ചെയ്തിട്ടുണ്ടോ ഈ മെഹനാസ് തല്ലുന്നോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. മെഹനാസിന് ഒരു ആഴ്ചത്തോളം പട്ടിണി കിട്ടണമെന്ന് അറിയാം. മെഹനാസിന് പട്ടിണി കിട്ടിട്ടുണ്ട് സഫ. അതെങ്ങനെ അറിയാം? കണ്ടിട്ടുണ്ട്. വിളിക്കാൻ വന്നപ്പോ ഞങ്ങളൊന്ന് വിളിച്ച് മെഹനാസിന്റെ ഫോൺ സഫ എടുത്ത് ഉപയോഗിക്കണ ഫോൺ എടുത്തിട്ട് പോയപ്പോ ഞങ്ങൾ വിളിച്ച്. അപ്പൊ ലാപ്ടോപ്പ് മാത്രമേ ഉള്ളല്ല,
ഞങ്ങളുടെ നിന്ന് വിളിക്കാൻ വേണ്ടി എടുത്തിട്ട് ഒന്നും കുറേ വിളിച്ച് ചോദിച്ചു എടി എനിക്ക് വിശക്കണ് വല്ലതും മേടിച്ചോ സഫ മേടിച്ചു കൊടുത്തില്ല. ലാസ്റ്റ് കുറേ പറഞ്ഞിട്ട് കഴിച്ചു കൊടുത്താ. ഫുഡ് മേടിച്ചു കൊടുത്തില്ലാന്ന്. അപ്പൊ മെഹനാസ് എവിടെയായിരുന്നു? മെഹനാസ് അവിടെ വീട്ടിലായിരുന്നു. രണ്ടുപേരും വീട്ടിലുണ്ട്? രണ്ടുപേരും ഇല്ല, ആ ചേച്ചി അങ്ങോട്ട് പോയി, ആ ചേച്ചി വീട്ടിലോട്ട് പോയി. ഇതെന്നാന്നറിയാവോ? ഏത് ദിവസമാണെന്നറിയോ? ദിവസം അറിയില്ല. ഫെബ്രുവരി ഈ മാസം അല്ലേ? കഴിഞ്ഞ മാസം. ജാനുവരി മാസം. ജാനുവരി മാസമല്ല, ഡിസംബർ ആണെന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഈ വർഷം തുടങ്ങുന്നതിന് മുന്നേ ഉള്ള സംഭവം ആയിരിക്കും. കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഓക്കെ. അപ്പം ആ ചേച്ചി വീട്ടിലില്ലായിരുന്നു. ഫുഡ് വാങ്ങിച്ചു തരുമെന്ന് മെഹനാസ് അങ്ങോട്ട് ചോദിച്ചോ? എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു. നിന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് സംസാരിച്ചു. ഓക്കെ. അപ്പോൾ ഇവർ തമ്മിൽ അടി ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നം കണ്ടിട്ടില്ല ഇതുവരെ? ഇല്ല, കണ്ടിട്ടില്ല. ഓക്കെ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മെഹനാസായിട്ട് മോന് കമ്പനി ഉണ്ടല്ലോ, അപ്പോൾ മെഹനാസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സഫ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത്രയും നാളായിട്ട്? മെഹനാസ് പറഞ്ഞിട്ടില്ല, സഫാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം. എന്താ പറഞ്ഞിട്ടുള്ളത്? ഞാൻ തെറിച്ചിറങ്ങുന്ന ടൈപ്പായിരുന്നു, അങ്ങനെയൊക്കെ. ഞാൻ തെറിച്ചിറങ്ങുന്ന ടൈപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി തെറിച്ച് നടക്കുന്ന ടൈപ്പായിരുന്നു. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒതുങ്ങി അങ്ങനെയാണോ പറഞ്ഞത്? ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഇത്രയും സ്കൂളിൽ ഇത്രയും പ്രശ്നമുണ്ട്, ഇങ്ങനെ നാട്ടിൽ ആൾക്കാർ കളിയാക്കുന്നുണ്ട്, അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. അപ്പം ഇനി എന്താ പറയാനുള്ളത്? ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഇത് കാണുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? അതായത് ഇപ്പം മോനെ അറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ വീടിനടുത്തുള്ള, അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഞാൻ തെറ്റിയായിരുന്നല്ല, തെറ്റ് ചെയ്തിട്ടില്ല, പറഞ്ഞ് ചെയ്യിപ്പിച്ച ഒരു കാര്യമാണ്. അത് ചെയ്തു കൊടുത്തതെന്നുള്ള ഒരു തെറ്റ് മാത്രമേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. അപ്പം എനിക്കും അത്രയാണ് പറയാനുള്ളത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ, ഇപ്പോൾ മോൻ്റെ വീടിനടുത്തുള്ളതാണേലും അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്നതാണേലും, ആകെ ചെയ്ത് തെറ്റെന്താണെന്ന് വെച്ചാൽ ഒരാൾ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ചെയ്തു പോയി എന്നുള്ളത് പ്രായത്തിൻ്റെ ആണ്. ആ ഒരു തെറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കളിയാക്കാണ്ടിരിക്കുക. കാരണം ഒന്നാമതേ ചെറുതാണ്. അപ്പം പ്രായത്തിൻ്റെ ഒരു ഇത് നിങ്ങൾ കണക്കിലെടുക്കണം. ആൻഡ് ഓൾസോ സഫ തല്ലിയിട്ടുണ്ടെങ്കിൽ ആ കേസ് മുന്നോട്ട് പോയിട്ട് കേസായിട്ട് തന്നെ മുന്നോട്ട് പോവാം. ആൻഡ് അതിന് നീതി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു.